ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കാരൂരല്ലേ, ഹോട്ടലാ വ്ളോഗ് ഇടുന്നില്ല. നമ്മൾ കാരൂർ ഹോട്ടലിൻ്റെ എന്തോ സംഭവം ഫുഡ് കഴിച്ചിട്ട് അവരുടെ വ്ളോഗ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് യദു. ഏതേ സിനിമയില് യദുവിനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ പുള്ളി അഭിനയം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ലൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്, ഞാനത് ടാഗ് ചെയ്യാം. അത് നമ്മുടെ നിങ്ങളുടെ കാണികളുടെ ആവേശോജ്വലവുമായ എല്ലാ വ്ളോഗിലും എല്ലാവരും ചോദിക്കുന്ന എല്ലാവരുടെയും എൻ്റർടൈനറായിട്ടുള്ള ശരത് ജി നമ്മുടെ കൂടെ ഉണ്ട്. ശരത് നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ അമൽജി ഉണ്ട്. നമസ്കാരം. ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള അർജുൻ ബി രാജ് വ്ളോഗർ എന്ന് പറയപ്പെടുന്ന പട്ടായയുടെ ഏക വ്ളോഗർ നമ്മളെ ബന്ധപ്പെടുന്നതും അദ്ദേഹത്തിന് കുറച്ച് ഫുഡ് സ്പോട്ടുകൾ അറിയാം. അവിടെ നമ്മളെല്ലാം അയാൾ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ച ശേഷം അതിൻ്റെ റിവ്യൂ നമ്മൾ പറയണം. എന്നിട്ട് അത് അയാളുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്യാനാണ്. എല്ലാം ട്രൈ ചെയ്യും. നമ്മൾ അവിടെ ആണെങ്കിൽ കടൽ മീൻ തൊട്ട് ആറ്റുമീൻ വരെയുള്ള സംവിധാനമുണ്ട്. കായൽ മീൻ ഇതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യും. നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കാം. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് മന്തിക്കടകളുടെ കുറച്ച് പ്ലാൻ കൂടെ ഉണ്ട്. അത് നമ്മൾ അത് ഇന്ന് രാത്രിത്തേക്ക് പറ്റുമോ? രാത്രി ഇനി ഒന്ന് കഴിക്കണ്ടായിരുന്നു. അവര് വിളിച്ചിട്ട് പോകണോ, നമ്മളത് നമ്മുടെ ഇഷ്ടത്തിന് വ്ളോഗ് എടുക്കാനായിട്ട് പോകണം. അവര് നമ്മള് രാവിലെ ഒരു ബേക്കറി ഒരു ചായക്കട സ്പോട്ടിന് വേണ്ടി ചെന്നായിരുന്നു. അപ്പൊ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി. പുള്ളി ഇൻസുലിൻ എടുത്തിട്ട് കിടക്കുക. ഇതാണ്. അതുകൊണ്ട് അവിടെ ഞങ്ങൾ തളർന്നില്ല. അതിനകത്ത് പോയി അവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഉച്ച ഇനി ചോദിക്കണം. അയാൾ സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ എടുക്കും. അല്ല മറ്റേ ഇതിന്റെ കട, ആ പാലത്തിന്റെ ഇപ്പുറത്തെ കട. പിള്ളേ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ണൂർ വ്ളോഗിൽ കണ്ടു കാണും. പിള്ളേ ആദ്യം പോയി സംസാരിക്കട്ടെ. പോപ്പുലർ അങ്ങനല്ല, പോപ്പുലർ ആയ കടകളെ നമുക്ക് വ്ളോഗ് ചെയ്ത് വിജയിപ്പിക്കണ്ട. അവര് സമ്മതിക്കുകയൊക്കെ ചെയ്യടേ. അതെന്തോ അമ്മുമ്മ അത് സൗകര്യമില്ല, ഒരു സമ്മതിക്കാതിരിക്കത്തില്ലല്ലോ. മക്കളെ നിങ്ങളെന്തെങ്കിലും ചെയ്തിട്ട് പോയിന് എന്നല്ലേ പറയുന്നത്. എന്നാ എനിക്കാവുമ്പോ 1200 ഉണ്ട്. എടുത്തോണ്ട ചേച്ചി ഉണ്ട്. ആ ചേച്ചി അല്ലേ അച്ചോണ്ണൻ തന്മയത്തോടുകൂടി കാര്യങ്ങൾ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി അവർ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് ആ ഹോട്ടലിന്റെ ഫുഡ് കഴിക്കുന്ന വ്ളോഗ് എടുക്കാവുന്നതാണ്. കണ്ണൂർ ഇത് നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ, കമന്റ് സെക്ഷൻ പറയൂ. അതെ, നിങ്ങളുടെ ഗസ്സുകൾ നിങ്ങൾ പറയേണ്ടതാണ്. റിജക്ഷൻ അല്ല, നമ്മള് വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്. ആണോ? ആകെ ഒരു മീനേ ഉള്ളൂ, അയില വറുത്ത മാത്രമേ ഉള്ളൂ, ചാളയില്ല. ഇന്ന് ഇത് മാത്രമേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നല്ല, കുറച്ച് നാളുകളായിട്ട് കഷ്ടകാല. എന്നാ ഇതുവഴി ഓ ഹലോ ഗൈസ്, അപ്പം കാരൂർ രവീസ് ഹോട്ടലിലാണ് നമ്മളപ്പം വന്നിരിക്കുന്നത്. വ്ളോഗിനകത്തൊരു വ്ളോഗ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗിനകത്ത് അർജുൻ വാക്സ്വേയുടെ വ്ളോഗ്, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സിനിമയ്ക്കകത്ത് സിനിമ എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരൂർ രവീസ് ഹോട്ടൽ, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് വ്ളോഗ് ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ അതാണ് പവർ. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മൈലത്തുനിന്ന് പുത്തുമുക്കിലേക്ക് പോകുന്ന വഴിക്ക്. മൈലത്തുനിന്ന് ഏതാണ്ട് ഒരു 100-150 മീറ്റർ കഴിയുമ്പം റൈറ്റ് സൈഡിൽ പുത്തുമുക്കിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് കാരൂർ റവീസ് ഹോട്ടൽ. നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഫുഡ് കഴിക്കാം. ആ കണ്ടു. ഇതാണ് പൂക്കീസ് എന്നാണോ നീ അവകാശപ്പെടുന്നത്? ബെറ്റർ, നന്നായിട്ടുണ്ട്. എന്ത് ഈ ക്യാരക്ടറും സ്ക്രിപ്റ്റും ഉണ്ടെങ്കിലേ മാത്രമേ ഇയാൾക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. ഈ ബ്ലോഗിൽ അഭിനയിക്കണം, നിങ്ങൾ ജീവിച്ചാൽ മതി. എനിക്ക് ബ്ലോഗിൽ അഭിനയം വരുമ്പോ ബ്ലോഗിൽ ക്യാമറ ഉണ്ട്, എനിക്ക് അഭിനയിച്ചേ പറ്റത്തുള്ളൂ. വാ ചന്ദ്രേട്ടൻ എവിടാ? ചന്ദ്രേട്ടൻ എവിടാ? ഡേ വാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവന്റെ ലവറാണ് ഇവനെ വിളിക്കുന്നത്. അല്ല, ഇവനെ വിളിക്കുന്നത് ഇവന്റെ ഫ്രണ്ടാണ്, കണ്ണൻ. വാ, അപ്പൊ നമുക്ക് കഴിക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് സ്പെഷ്യൽ എന്നൊക്കെ നമുക്ക് നോക്കാം. അല്ല, അച്ഛനും പറയുന്ന അതുപോലെ അഭിനയിക്കാം എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുക കേട്ടോ. പക്ഷെ ക്യാമറയിൽ ഡയറക്റ്റ് വരരുത്, ഒരു സൈഡിൽ കൂടെ ഒക്കെ വരാം, എന്നാ ക്യാമറയിൽ കിട്ടണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ്, വിജാതി മൈൻഡ്. നമുക്ക് ഇപ്പം എല്ലാം നമുക്ക് അങ്ങനെ വിളമ്പി കഴിഞ്ഞിരിക്കുന്നു. ചോറ്, പച്ചടി, തോരൻ, അച്ചാറ്. ഇത് തീയലാണോ? എന്ത് തീയല? പാവയ്ക്ക? അല്ലല്ല, സാധാ തീയൽ. സാധാ തീയൽ. ഉള്ളി തീയൽ. ചേച്ചി ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ? സ്പെഷ്യൽ എന്തൊക്കെയാ? ചാളപ്പീര, അയില വറുത്തത്, പിന്നെ ബീഫ് കറി, മീൻ കറി. ഫിഷ് ഫ്രൈ എല്ലാവർക്കും പീര വേണം. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ബീഫ് കറി വന്നിരിക്കുകയാണ്. കൊള്ളാം, നല്ലൊരു ഫുഡാണ്. നമ്മളെ ഈ കൊട്ടാരക്കരയിൽ നിന്ന് അടൂര് ഭാഗത്തോട്ട് പോകുന്നവർക്ക് നമ്മള് ഒരു ഫിഷ് ഫ്രൈ പറഞ്ഞു, ബീഫ് ഫ്രൈ പറഞ്ഞു, ബീഫ് കറി പറഞ്ഞു, പിന്നെ മീൻ പീര പറഞ്ഞു. എല്ലാം വെറുതാണ്. അതെ, റിവ്യൂ ചോദിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അയക്കോടുത്തോ അയാള്? അപ്പൊ അയാള് കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു പുള്ളിയാണ് പുള്ളി. ഇപ്പൊ പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഈ പുള്ളിയും സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പം സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പം അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടനാട്ടാണ് വീട്. 5 ജില്ലയിൽ കട്ടൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഭക്ഷണങ്ങൾ കണ്ട് രുചി അറിഞ്ഞ് കഴിക്കുന്നതാണ് നമ്മൾ. എല്ലാവരുമായിട്ട് അവാർഡ് ബന്ധങ്ങളുണ്ട്, ഇടയ്ക്ക് ഫ്ലുവൻ്റായിട്ടുണ്ട്, സംസാരം ഒരു ബന്ധിങ്ങുണ്ട്. എന്നാലും നമ്മൾ ഹാപ്പിയാണ്, എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ കാണും. ചേട്ടൻ പല ജില്ലകളിൽ പോയി കഴിക്കുന്നതല്ലേ, ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. 2 വർഷം ഇടയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഇത്രയും സന്തോഷം, പുള്ളിയുടെ മനസ്സിന് ഇത്രയും സന്തോഷം, മനസ്സ് നിറഞ്ഞ് ആണ് പുള്ളി സംസാരിച്ചത്. ഭർത്താവ് കഴിച്ചപ്പോൾ മക്കളുടെ 50 കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള ഹോട്ടലിലാണ് നമ്മൾ എന്ത് ചെയ്തത്. അതാണ് അമ്മ പറഞ്ഞത്. 50 കൊല്ലത്തിന് മുമ്പ് അമ്മയും അമ്മയുടെ ഹസ്ബൻഡും കൂടെ തുടങ്ങിയതാണ് കാരൂർ
രവീസ് ഹോട്ടൽ. നമ്മള് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു, അടിപൊളി നല്ല ഫുഡായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ നമ്മളിപ്പം അയല പറഞ്ഞു, ബീഫ് പറഞ്ഞു, ബീഫ് ഫ്രൈയും കറിയും വാങ്ങിച്ചു. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ബീഫ് കറി. ബീഫ് കറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ഒതന്റിക് ടെസ്റ്റ് ആയിരുന്നു. ബീഫ് എങ്ങനെ? നല്ല ഗ്രേവി ഉണ്ടായിരുന്നു. നല്ല ഗ്രേവിയുള്ള ബീഫായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇനി വരും ഇവിടെ പിന്നെ തീർച്ചയായും തീർച്ചയായിട്ടും. നമ്മൾ മറ്റേ അവിടെ ചെയ്തതുപോലെ സ്വാതി ഹോട്ടലിന്റെ കൂട്ട് അതുപോലെ വെറൈറ്റി ആയിട്ട് അതേ അഭിപ്രായങ്ങളാണ് ഈ ഹോട്ടൽ. വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും പക്ഷെ നാടനൂണ് തനതായ രീതിയിൽ അല്ലേ, മനസ്സ് നിറഞ്ഞ് നമുക്ക് കഴിക്കാൻ വാഴയിലയിൽ കഴിക്കാൻ പറ്റും. അതാണ് ഹൈലൈറ്റ്. യേതുവിന്റെ അടുത്ത് നമുക്ക് യേതുവിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് യേതുവിനോട്. എത്ര രൂപ? കൊള്ളാം, നല്ല നല്ല ഫുഡാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോറ് ചോറോ? അല്ല മീന്. പിന്നെ ചോറും മീനും ഓക്കെ. പിന്നെ മീനായിരുന്നു ഏറ്റവും. അല്ല കൊള്ളാം. സ്വാഭാവികമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ഒരു ഹോട്ടലായത് കാരൂർ. മൈലത്തുള്ള അടിപൊളി ഹോട്ടൽ. എല്ലാ ഫുഡും നല്ല 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 ഫുഡാണ്. ബീഫ് ഫ്രൈ വാങ്ങിച്ചു, ബീഫ് കറി വാങ്ങിച്ചു, മീൻ മേടിച്ചു. മീൻ അയല 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 ഫ്രൈ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, അടിപൊളി. യാ വരും വരും വരും. 50 വർഷക്കാലം കൊണ്ട് കൊട്ടാരക്കരക്കാരുടെ മനസ്സ് പയണം നടക്കുന്ന കൊട്ടാരക്കര മൈലത്തുള്ള ഹോട്ടൽ രവീസ് കാരൂരിലാണ് നമ്മൾ. അപ്പം അങ്ങനെ നമ്മൾ കാരൂർ രവീസ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പം നമ്മുടെ വ്ളോഗിൻ്റെ ഷൂട്ടൊക്കെ കഴിയും. അപ്പം ഈ വ്ളോഗ് എന്നാണ് അപ്ലോഡ് ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഈ കാരൂർ രവീസ് ഹോട്ടലിൻ്റെ വ്ളോഗ് ഇടും. അപ്പം എല്ലാവരും ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അർജുൻ വാക്സ് എന്ന് പറയുന്ന അർജുൻ ബി രാജിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യേണ്ടതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പെയ്ഡ് കൊളാബറേഷൻസോ പ്രൊമോഷൻസോ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അർജുൻ ബി രാജിനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ. ഈ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയല്ലേ? ഞാൻ രണ്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാവരും ആനന്ദകൃഷ്ണന്റെ ചാനല് വ്ളോഗ് ബൈ AK എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും അത് എല്ലാവരും ചെയ്യണം. ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതെ. അപ്പൊ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ.